അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. എന്നിട്ടെന്താ, അന്ന് ഞാൻ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു. വലത് തിരിച്ചു പറയാൻ പോലും നേരെ ചൊവ്വ അറിയില്ല. അതുകൊണ്ട് തന്നെ എന്തോ കള്ളം ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. അവനാകട്ടെ അതെൻ്റെ സമ്മതമായിട്ടാണ് തോന്നിയത്. ഒരേ പൂരം. പിന്നെ അവൻ ഓരോന്ന് പറഞ്ഞെടുത്ത് വരും. കൂടുതൽ നേരം സംസാരിക്കും. എനിക്ക് മാത്രം സ്പെഷ്യലി ചിരി, നോട്ടം. അങ്ങനെ ക്ലാസ്സിൽ അറിയാത്തവരെ കൂടി അവൻ ചെണ്ട കൂട്ടി അറിയിച്ചു. ആ സമയമൊക്കെ താൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ വെറൊരു പൊട്ടിയായിരുന്നെന്ന്. ഇങ്ങനെ നമ്മളൊരാൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ വരില്ലേ? കാശിയാണെങ്കിൽ അന്ന് സ്കൂളിൽ മിക്ക പിള്ളേരും വായി നോക്കുന്ന മുതൽ അവൻ എന്നെ പ്രേമിക്കുന്നതൊക്കെ പറയുമ്പോൾ എന്താ ഒരു പവർ. അങ്ങനെ എപ്പോഴും എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ലവ് സ്റ്റോറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്നിട്ടതെങ്ങനെയാണ് അവസാനിച്ചത്? അതിനു മുമ്പ് പാറുവിനെ പറ്റി അറിയണ്ടേ? കാശി എന്നോട് അടുത്ത് പെരുമാറുമ്പോൾ അവളുണ്ടായിരുന്ന അവിടെ. ആദ്യമൊക്കെ ഞാൻ അവൾക്ക് വേണ്ടി കൂടി ഒഴിഞ്ഞു മാറി. ഒരിക്കൽ അവളായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. കാശി അവൾ മറന്നു. അവൾക്ക് വേണ്ടി അവനോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെക്കരുതെന്നെല്ലാം ആദ്യം വിശ്വസിച്ചില്ല. എങ്കിലും പിന്നീട് ക്ലാസ്സിൽ ഞങ്ങളുടെ പേര് പറഞ്ഞ് കളിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവളും കൂടിയപ്പോൾ പതിയെ ഞാനും കാശിയെ ശ്രദ്ധിച്ചു തുടങ്ങി. ഒടുവിൽ എപ്പോഴും അതൊരു ഇഷ്ടമായി മാറി. അധികം ആയുസില്ലാതെ പോയൊരിഷ്ടം. എങ്ങനെയാണ് നിങ്ങൾ പിരിഞ്ഞത്? തീരെ പ്രതീക്ഷിക്കാതെയാണ് കാശിയുടെ അച്ഛൻ്റെ മരണവാർത്ത ഞങ്ങൾ തേടി വന്നത്. പിന്നീട് അവനും അമ്മയും അവിടുത്തെ വീട് സ്ഥലവും വിറ്റ് അമ്മയുടെ നാട്ടിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് കാശി എന്നൊന്ന് കണ്ടിരുന്നു. അന്നാണ് അവസാനമായി ഞങ്ങൾ കണ്ടത്. എനിക്ക് എന്നും നൽകിയ ആ പുഞ്ചിരി അന്ന് അവൻ്റെ മുഖത്ത് ഇല്ലായിരുന്നു. വേദനയും നിസ്സഹായതയും നിറഞ്ഞ മുഖം. ആ മുഖം ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. കാത്തിരിക്കണമെന്നോ ഓർമ്മിക്കണമെന്നോ അവൻ എന്നോട് പറഞ്ഞില്ല. ഒപ്പമുണ്ടായിരുന്ന ആ സമയം മാത്രമേ അവൻ എൻ്റെ കണ്ണിലേക്കാണ് നോക്കിയത്. ഒടുവിൽ ഒന്നും പറയാതെ അവൻ തിരിഞ്ഞു നടന്നു. പിന്നീട് കണ്ടിട്ടേ ഇല്ല നിങ്ങൾ? കണ്ടിരുന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നു അവനും അമ്മയും നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നൊരു വാർത്ത. കാശി തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാഞ്ഞത്? ഞാനാണ് കാണാഞ്ഞത്. അവൻ പലവട്ടം വീട്ടിൽ വന്നു. പക്ഷേ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല. കാരണം ആ സമയമായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉരുകിയ നിമിഷം. വേദന തന്ന് ജീവിച്ച നാളുകൾ. വേദിക്ക് വേണ്ടി മാത്രമായി ഞാൻ ജീവിച്ചു. അവിടെ കാശിയേക്കാൾ എനിക്ക് വലുത് അവളായിരുന്നു. പക്ഷേ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു ഒന്നും കൂടി ആ മുഖം ഒന്ന് കാണാൻ. പക്ഷെ പോയില്ല. താൻ അങ്ങനെ ചെയ്തപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ മറ്റാരെയും പറ്റി ചിന്തിച്ചില്ല. അതിനുള്ള സമയം എനിക്കില്ലായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ പിടയുന്ന വേദന അറിഞ്ഞ അച്ഛനോടൊടുവിൽ എനിക്കെല്ലാം പറയേണ്ടി വന്നു. കാശിയോട് തോന്നി ഇഷ്ടം ഉൾപ്പെടെ ഒപ്പം ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു. എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ കാശിയെ കൂടി അതിനെ വഴിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞത് മനസ്സിലായത് കൊണ്ടാകാം അച്ഛൻ അവനെ പോയി കണ്ടു. അന്ന് അവരവിടെ എന്ത് സംസാരിച്ചെന്ന് അറിയില്ല. പക്ഷേ പിന്നീട് ഒരിക്കലും അവൻ എന്നെ തേടി വന്നിട്ടില്ല. ഒടുവിൽ വിധിയുടെ തമാശകൾക്കൊടുവിൽ ദാ ഇവിടെ ഈ നാട്ടിൽ എൻ്റെ മോളോടൊപ്പം ഞാൻ നിൽക്കുന്നു. അവ സത്യം പറഞ്ഞാ താൻ നല്ലൊരു തേപ്പ് കൊടുത്തു ആ പാവത്തിനല്ലേ? ദേ ദേവി, ഞാൻ വലതെടുത്ത് എറിയൂ കേട്ടോ. എൻ്റെ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. മുന്നോട്ട് എന്ത് എങ്ങനെയെന്ന് അറിയാതെ കിടക്കുന്ന കൂടപ്പിറപ്പ്, മകളുടെ അവസ്ഥയിൽ നീറുന്ന അച്ഛൻ. ഇതിനിടയിൽ പ്രണയിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ആയിക്കോട്ടെ, എന്നാലും ഇതിനാണ് ഞങ്ങൾ തേപ്പെന്ന് പറയുന്നത്. വൈകി അവനെ കൂർപ്പിച്ച് നോക്കി. ഇനി അതിൻ്റെ പേരിൽ മുഖം വീർപ്പിക്കണ്ട. താൻ ഇവിടെ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അറിയൂ. അവനോട് പിന്നീട് ഒരിക്കൽ പോലും സംസാരിച്ചില്ല. താൻ പറഞ്ഞ കഥയിലൂടെ എനിക്ക് മനസ്സിലായത് കാശി തന്നെ സീരിയസ് ആയിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. അത് തനിക്ക് മനസ്സിലായില്ലെന്ന് മാത്രം. അതുപോലെ തന്നെ തൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിനെ പ്രണയം എന്ന് പേരിട്ട് പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തു തന്നെയായാലും ഈ കഥയിൽ നഷ്ടമുണ്ടായത് മുഴുവൻ ആ പാവത്തിനാണ്. കാശി എനിക്ക് നല്ലൊരു കൂട്ടുകാരനായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് മിസ് ചെയ്യുന്നതും അതേ സൗഹൃദം തന്നെയാണ്. അന്ന് അങ്കിൾ അവനോട് എന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അങ്കിളിന് പകരം വന്ന് താനായെന്ന് കാശിയെ കണ്ടതെങ്കിൽ ഇനി നിരാശകാമുകിയായി നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇടയ്ക്കെപ്പോഴും എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഒരുപക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും അവനെൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. നല്ല സുഹൃത്തായി. അവ തൻ്റെ പ്രണയം ദേവി തന്നെ പറഞ്ഞില്ലേ, അതൊരു പ്രണയമായി കൂട്ടാൻ കഴിയില്ലെന്ന്. എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരിക്കലും കാശിയെ പ്രണയിച്ചിട്ടില്ല. അന്നും ഇന്നും അവനക്ക് നല്ല സുഹൃത്താണ്. ഇനി എന്തെങ്കിലും കാശിയെ കാണുന്ന കരുതുക. അവ ഈ പറഞ്ഞൊന്നും മറന്ന് വായി പൊളിച്ച് അവനെ നോക്കി നിൽക്കില്ലെന്ന് എന്താ ഉറപ്പുള്ളത്? ഇപ്പോഴെനിക്ക് ആ ഉറപ്പുണ്ടെന്ന് വെച്ചോ. കാരണം അവനെ പ്രണയിച്ചത് ഞാനല്ല,
അത് പാറുവാണ്. അവൻ്റെ പ്രണയത്തിന് അർഹ അവൾ തന്നെയാണ്. ഒന്നിക്കേണ്ടത് അവർ രണ്ടുപേരുമാണ്. ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ്. എന്നെങ്കിലും ഒരിക്കലും അവരെ കാണുകയാണെങ്കിൽ അവർ ഒന്നിച്ചിരിക്കണം. പാറു, കാശി അവരായി മുന്നിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് പോയി കാണാടോ. ആയിക്കോട്ടെ. കഥ എൻഡിങ് ആയി. പക്ഷേ ഇപ്പോഴൊരു ഡൗട്ടുണ്ട് ബാക്കി. എന്ത് ഡൗട്ട്? കാശിനാഥൻ പാർവതിക്കാണെങ്കിൽ ഈ വൈകിയുടെ നാഥൻ എവിടെ? വൈകിയുടെ നാഥൻ എവിടെയോ ഉണ്ടാകാം. സമയമാകും അവൻ വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. കുറെ നോക്കിയിട്ട് ആരെയും കണ്ടു കിട്ടിയില്ലെങ്കിൽ ആ നാഥൻ പോസ്റ്റ് ഫീൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. എന്തോ എങ്ങനെ? താല്പര്യമില്ലല്ലേ? എന്നാ വേണ്ടടോ. അവസാനം ഒരു പൊട്ടിച്ചിരിയോട് അത്രയും സമയം നീണ്ടു നിന്ന ചർച്ച അവസാനിച്ചു. യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഡെബിയുടെ മനസ്സിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പാറുവും കാശിയും നിറഞ്ഞു. അവർക്കിരുവർക്കും അവൻ തന്നെ ഓരോ മുഖങ്ങളും നൽകിയിരുന്നു. ഉറങ്ങുന്ന ആദ്യയെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോഴും വൈകിയുടെ ഉള്ളിലും മനസ്സിലെ ഭാരം കുറഞ്ഞ സമാധാനമായിരുന്നു. ഇന്നാണ് അവർ ഡെബിയുടെ നാട്ടിലേക്ക് വണ്ടി കയറുന്നത്. രാവിലെ തൊട്ട് അമ്മച്ചി വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്ന് ചോദിച്ച്. കൂടുതൽ ഏറ്റവും സന്തോഷം ആർക്കാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ആദ്യക്ക് തന്നെ. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തൊട്ടവള് അവിടെയെല്ലാം ഓടി നടക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ കുഞ്ഞെ, നീ എവിടെയെങ്കിലും ഒന്ന് ഇരിക്ക്. എനിക്ക് വയ്യ. അമ്മ വാ, ഞാൻ ചെയിൻ കാച്ചി തരാം. കുടുങ്ങി എങ്ങോട്ടാ? നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ വരും. വേണ്ട, ആ പച്ച ചെയിഞ്ഞ് പോവാം. ആ പിന്നെ അതിൽ പോയാൽ വേറെ വല്ലയിടത്ത് ചെന്ന് കയറാം. ഞാൻ അതിൽ പോവൂ. ചുമ്മാ വാശി കാണിക്കരുത്, അടങ്ങിയിരുന്നേ ആദി. നീ എങ്ങും ഓടി പോകുന്നില്ല, ട്രെയിൻ ഇപ്പൊ വരും. എൻ്റെ പൊന്നോ, വീടിൻ്റെ ഓടി ദേ ഇവിടെ ഓടി. നിങ്ങൾ രണ്ടിനെയും ഒന്നിച്ച് നിർത്താൻ ഒക്കില്ലല്ലോ. ഞാനാണോ ഈ സാധനല്ലേ വന്നപ്പോ തൊട്ട് കീ കൊടുത്ത് പാവയെ പോലെ ചാടി നടക്കുന്നേ? ഞാനൊരു വാക്കുണ്ടാക്കിഞ്ഞ് കൈ രണ്ടും മേനിക്ക് കൊടുത്ത് വൈകിയെ നോക്കി കൂർപ്പിച്ച് തോന്നിക്കുന്നവളെ കാണുകയും ഡെബി തലക്ക് കൈവച്ചു. എൻ്റെ കാന്താരിങ് വന്നേ, എവിടുന്ന് കിട്ടി ഈ ബാഗ്, ഉടുപ്പ്, ഷൂവും എല്ലാം കൂടി ഒരു ബോൾ പോലെ ഉണ്ട് പോ. ആ ചോദിച്ച് നോക്കാം അങ്ങോട്ട്. നല്ലൊരു പാൻറ് ഉടുപ്പും ഇട്ട് കൊടുത്തതാ ഞാൻ. ഇതേ ഇടുമെന്ന് പറഞ്ഞ് നിലവിളിയായിരുന്നു അവിടെ. അതുകൊണ്ടെന്താ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനിവിടെ കണ്ണ് കിട്ടാതൊക്കെ നിർത്തിയിട്ട് പോകായിരുന്നു. രവി, ഞാൻ ടൂപ്പരല്ലേ? പിന്നല്ലേ, എൻ്റെ കാന്താര അല്ലേലും സുന്ദരിയല്ലേ? ഈ അമ്മച്ച് കൂശുമ്പാ. അങ്കിളെന്നൊന്നും മിണ്ടാതിരിക്കുന്നത്. ഈ രണ്ടെണ്ണത്തിനോട് മലിടാൻ എനിക്ക് വയ്യ മോനെ. രണ്ടിൻ്റെ സ്ക്രൂ പണ്ടേ ഇളകിയതാ. കേട്ടപ്പോൾ ഡെവിക്കും അത് ശരിയാണെന്ന് തോന്നി. അതുപോലെയായിരുന്നു അമ്മയുടെയും മോളുടെയും പെരുമാറ്റം. ഏറെ താമസിക്കാതെ തന്നെ ട്രെയിൻ എത്തി. അത്രയും നേരം കോഴിക്കുഞ്ഞിനെ പോലെ ചീക്കിങ് നടന്ന ആദി ട്രെയിന് വരുന്നത് കണ്ടത് മോടി വൈകിയുടെ ദേഹത്ത് ഒട്ടി നിന്നു. ഇപ്പൊ രണ്ടുള്ള അടയും ചക്കരയായോ? ആദ്യമായാണ് ആദ്യം ട്രെയിന് കാണുന്നതും കയറാൻ പോകുന്നതും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. എതുക്ക്? വൈക കയ്യിലുണ്ടായിരുന്ന ബാഗിന്റെ കൂടെ കുഞ്ഞിനെ എടുക്കാൻ വന്നതും ഡെവി അവളെ എടുത്തിരുന്നു. ഈ തിരക്കിൽ മോളെ എടുത്ത് തനിക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാവും. ട്രെയിന് നിർത്തിയതും ആദ്യം ഡെവിയും പിന്നാലെ വൈകിയും അച്ഛനും കയറി. സീറ്റ് കണ്ടുപിടിച്ചിരുന്നെങ്കിലും ആദ്യ ഡെവിയുടെ മറിയിൽ നിന്നും മാറിയില്ല. ആദി, ഇങ്ങ് വാ, ഇവിടെ ഇരിക്ക്. വേണ്ട, ഞാൻ ഇവിടെ ഇന്നോല. അവർ കൂടാതെ മറ്റൊരു ഫാമിലി കൂടി അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായി ട്രെയിനിൽ കയറുന്നതിന് എല്ലാ ആവേശവും ആദിയിലുണ്ടായിരുന്നു. ആ കുഞ്ഞിക്കണ്ണുകൾ അവിടെയാകെ ഓടി നടന്നു. യാത്ര തുടങ്ങി സമയം നീങ്ങുന്നതനുസരിച്ച് ആദി പതിയെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ഡെവിയുടെ മടിയിൽ നിന്നിറങ്ങി ആദ്യം നിന്നു. പിന്നെ അപ്പുറത്തെ സീറ്റിലേക്ക് നടന്നു. അതിൽ വലിഞ്ഞു കയറി. വിഷിനിടക്കൊന്നും മയങ്ങി. ആദി ഇപ്പൊ വൈകിയുടെ മടിയിലാണ്. അവരുടെ അപ്പുറത്തായി ഡെവിയും. കാറ്റ് വേണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചപ്പോൾ വൈകിയെ വിൻഡോ സീറ്റിലിരുത്തി ഡെവി അവരുടെ ഇപ്പുറത്തായിരുന്നു. പക്ഷേ അപ്പോഴും ആദി അടങ്ങിയിരുന്നില്ല. മോള് നല്ല കുസൃതിയാണല്ലേ? അവരുടെ എതിർവശത്തായിരുന്ന ഫാമിലിയിലെ അമ്മ എന്ന് തോന്നിക്കുന്ന സ്ത്രീ വൈകിയോട് ചോദിച്ചു. ആ, നല്ല കുസൃതിയാണ്. കയറിയപ്പോ തൊട്ട് ആൾ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നതേ ഇല്ല. എന്താ ആളുടെ പേര്? എൻ്റെ പേര് ആര്യ. എന്താ? ആദ്യ. ആഹാ, നല്ല പേരാണല്ലോ. ആര്യയുടെ കൂടെ വരുന്നോ? അവിടെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്, അവരുടെ കൂടെ കളിക്കാം. ഞാൻ വല്ല. എനിക്ക് കളിച്ച അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, രവിയുണ്ട്. ഒയ്യോ, ഇത്രയും ആളുകളുണ്ടോ? എന്നെ വേണ്ട. ആദ്യയോട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു. അപ്പോഴെല്ലാം ഡെബിയും വൈകിയും അതൊരു ചിരിയോടെ നോക്കിയിരുന്നു. അവർ പറയുന്നതിന് നല്ല മറുപടി ആശാടി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ആദ്യം ഉറക്കം തൂങ്ങുന്നത് കണ്ടതും വൈകവളം മടിയിൽ കിടത്തി ഉറക്കി.
സീറ്റിൽ കിടത്താതെ കുഞ്ഞിനെ അവൾ മടിയിൽ തന്നെ കിടത്തി. ഇനിയും 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ. കുഞ്ഞിനെ അത്രയും നേരം മടിയിൽ കിടത്താനാണോ? സീറ്റിൽ കിടത്തിയ ഉണർന്നാലോ? ഡേവിക്ക് അറിയാലോ, ഉറക്കം മുഴുവിക്കാതെ എണീറ്റ ഇവിടെ തിരിച്ചു വെക്കും ഈ പെണ്ണ്. എന്നാ കുഞ്ഞിനിങ്ങത്താ, കുറെ നേരമായില്ല ഇങ്ങനെ കിടത്താൻ തുടങ്ങിയിട്ട്. ബാക്കി എൻ്റെ മടി കിടന്ന് ഉറങ്ങട്ടെ. വൈക മാറത്തൊന്നും പറയാതെ ആദ്യം അവനെ മടിയിലേക്ക് കിടത്തി. ഡേവിയുടെ നെഞ്ചിലേക്ക് തലവെച്ച് അവൾ ഉറങ്ങി. മോള അച്ഛനെ പോലെ ആട്ടോ, പക്ഷെ കുഞ്ഞിന്റെ കണ്ണ് അത് നിങ്ങൾ രണ്ടുപേരെയും പോലെയല്ല. അവരുടെ അച്ഛൻ എന്ന പ്രയോഗം കേട്ട് വൈക ഡെവിയെ നോക്കി. അവന്റെ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസങ്ങളൊന്നും കാണുന്നില്ലെന്ന് തോന്നിയതും അവളും പിന്നെ ഒന്നും പറയാൻ പോയില്ല. എല്ലാം ഒരുപോലെ ആയല്ലോ, നമ്മളിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകം അവർക്കും വേണ്ടേ? അത് ശരിയാ. അല്ല, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഉഷ, ഇതെൻ്റെ ഭർത്താവ് വേണു. ഞങ്ങളിവിടെ ഏട്ടൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ. വീടങ്ങ് തിരുവനന്തപുരത്താണ്. ഏട്ടൻ വില്ലേജ് ഓഫീസിലാണ്. ഞാൻ ആശാ വർക്കറും. ഞാൻ വൈക, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇതെൻ്റെ അച്ഛൻ. ഇത് അവൾ ഡേവിയെ ചൂണ്ടിക്കാണിച്ച് പറയാൻ വന്നതും അവൻ തന്നെ ഉത്തരം പറഞ്ഞു. ഞാൻ ഡേവിഡ്, ACP ആണ്. വീട് പത്തനംതിട്ട. ഞങ്ങളെൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഡേവിയും വൈകയും കണക്ഷൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. നിങ്ങളപ്പോൾ ലവ് മാരേജ് ആയിരുന്നല്ലേ? അവരുടെ ചോദ്യം കേട്ടതും വൈകി ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് പോലെ ഡേവിയെ നോക്കി. അവൻ പതിവ് കള്ളച്ചിരിയോടെ അവിടെ തന്നെ നിന്നു. ഇവരുടെ നോട്ടം കണ്ട് സ്ത്രീയും അവരുടെ ഭർത്താവും പരസ്പരം നോക്കി ചിരിച്ചു. എന്നും ഇങ്ങനെ സ്നേഹത്തോടെ തന്നെ ജീവിക്കണം കേട്ടോ. ഇതുപോലൊരു പൊന്നുമോളെ കൂടി ദൈവം തന്ന് അനുഗ്രഹിച്ചില്ലേ? എല്ലാം ഭാഗ്യാണ്. പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല രണ്ടാൾക്കും. എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ല. പറഞ്ഞവർ പ്രണയത്തിന്റെ മഹത്വത്തിലേക്ക് കയറിയതും വൈകി എന്തു പറയണമെന്ന് അറിയാതെ അവിടെ ഇരുന്നു. ഇടയ്ക്കിടങ്ങാനിട്ട് അച്ഛനെ നോക്കി. അവിടെ മയക്കമാണെന്ന് കണ്ടതും അവൾക്ക് പകുതി ആശ്വാസം തോന്നി. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഡേവി സംസാരിച്ചു. തനിക്ക് തലവേദന എങ്ങനെയുണ്ട്? വയ്യെങ്കിലൊന്ന് മയങ്ങിക്കോ. തലവേദനയോ? എനിക്കോ? എപ്പോ എന്നൊരു ചിന്തയായിരുന്നു അവൾക്ക്. അയ്യോ, തലവേദനയായിരുന്നു എന്നാ നേരത്തെ പറയണ്ടേ? ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അവൾ അവർക്കൊരു ചിരി മാത്രം നൽകി. പിന്നീട് ആ സ്ത്രീ ഒന്നും സംസാരിക്കാനായി വന്നില്ല. ഇടയ്ക്ക് വൈകിയൊന്നും മയങ്ങിപ്പോയിരുന്നു. ചാരിയിരുന്നത് രവിയുടെ തോളിലായതുകൊണ്ട് തന്നെ ഉറങ്ങിയതും അവനെ ചാരിയാണ്. അവൾക്ക് കിടക്കാൻ പാകത്തിന് അവനും ഇരുന്നു കൊടുത്തു. ഒരു കൈ കൊണ്ട് ആദിയെ താങ്ങാനും അവൻ മറന്നില്ല. തിരുവല്ലെത്താറായതും ഉറങ്ങിയവരെല്ലാം അവൻ വിളിച്ചു നിർത്തി. വിചാരിച്ചതിലും അരമണിക്കൂർ വൈകിയാണ് ട്രെയിൻ സ്റ്റേഷനിലെത്തിയത്. ആദി, ഓടാതെ അമ്മയുടെ കയ്യിൽ പിടിച്ചോ, നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് ഡേവി വീട്ടിലേക്ക്. ഇല്ലടോ, അരമണിക്കൂർ, കൂടിപ്പോയാൽ 3/4 മണിക്കൂർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, നമ്മളെ കാത്ത് ഒരാൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. ഡേവി പറഞ്ഞതുപോലെ അവരെയും കാത്ത് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുവാണ് ജോയി. ദൂരെ നിന്ന് വരുന്ന ഡേവിയെ കണ്ടപ്പോഴാണ് അവന് സമാധാനമായത്. എന്റെ പൊന്നുടാവേ, നീ എവിടെയായിരുന്നടാ? ബാക്കിയുള്ളവന് എത്ര നേരം കൊണ്ട് ഇവിടെ കാത്തിരിപ്പാണെന്ന് അറിയോ? ട്രെയിൻ അതിന്റെ സമയത്താണ് വരുന്നത്, അല്ലാതെ ഞാനല്ല അത് കീ കൊടുത്ത് വിടുന്നത്. വന്നപ്പോൾ ഒരു നിലവാരമില്ലാത്ത തമാശ. നിനക്കതൊക്കെ മതി. ആ അങ്കിൾ, ഇതെന്റെ ഫ്രണ്ടാണ് ജോയി. വിഷനും വൈകിയും അവനൊരു ചിരി പകരം നൽകി. വിശദായി എല്ലാവരോടും വീട്ടിൽ ചെന്ന് സംസാരിക്കാം. നിങ്ങൾ വാ, വീട്ടിലെല്ലാരും കാത്തിരിക്കുവാ. ഈ കുറുമ്പിയൊന്നും മിണ്ടുന്നില്ലല്ലോ. ഞാനേ ദേവിയുടെ കുരുമ്പിയ, എന്നെ പേരാണ് കുരുമ്പിനി വിച്ചൻ്റ. ആദ്യേ, ഇതാരാണെന്നറിയോ? ഇതാ അന്നയുടെ പാപ്പ. അന്നയുടെ പാപ്പയാണോ? ആ അതേല്ലോ, അന്നയുടെ പപ്പയാണ്. അപ്പനിക്ക് കുറുമ്പിയെന്ന് വിളിക്കാവോ? കുറച്ചു നേരം ആലോചിക്കുന്ന പോലെ താടിക്കൊരു വിരൽ വെച്ച് അവൾ മുകളിലേക്ക് നോക്കി നിന്നു. പിന്നെ എന്തോ കിട്ടിയതുപോലെ ജോയിയെ നോക്കി ചിരിച്ചു. വേണ്ട, എന്നെ ആന്റിനെ വിളിച്ചോ, കുമ്പിനി ദേവി വിളിച്ചോച്ചേ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആദ്യം എന്നാ വന്ന് വണ്ടി കയറി. അവിടെ അന്ന നോക്കിയിരിക്കുക കൂട്ടുകാരിക്ക് വേണ്ടി. കാറ് വലിയൊരു ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറിയതും വൈകി അതിശയത്തോടെ ആ വീടും പരിസരവും നോക്കി. പഴമ തെളുങ്ങുന്ന എന്നാൽ പുതുമൊട്ടും കുറക്കാത്ത വലിയൊരു വീട്. അതായിരുന്നു കളരിക്കൽ. ദേവിയുടെ വീടാണ് ഇത്? അതെല്ലോ, ഇഷ്ടായ കുറുമ്പിക്ക്. ചൂപ്പര് വീടാണല്ലോ. അവനൊരു ചിരിയോടെ ആദിയെ എടുത്തു. വൈകിയെയും അച്ഛനെയും അകത്തേക്ക് ക്ഷണിച്ച് കൂടെ അവനും നടന്നു. ജോയി അവരുടെ ബാഗുമായി പിറകെയുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടതും മോളിക്കുട്ടിയും അമ്മച്ചിയും അന്നയും പുറത്തേക്ക് വന്നു. വൈകിയെയും കുഞ്ഞിനെയും കണ്ടതും അമ്മച്ചി അവരുടെ അടുത്തേക്ക് വന്നു. തന്നേക്കാൾ വലിയൊരു ബാഗുമിട്ട് ഡേവിയുടെ തോളിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും അറിയാതെ അവിടെ കണ്ണുകൾ നിറഞ്ഞു.
ആദിയുടെ ആ കുഞ്ഞിക്കണ്ണുകൾ ഡെന്നിയെ ഓർമ്മപ്പെടുത്തിയെന്ന് മനസ്സിലായ ഡെവി അവരെ കണ്ണ് ചിമ്മി കാണിച്ചു. കണ്ണിൽ പൊടി പോയോ? അതാണ് കരയുന്നേ. എൻ്റെ കണ്ണിൽ പൊടിയൊന്നും പോയില്ല. ഈ പൊന്നിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞതല്ലായോ? ആഞ്ഞോ? ആന്നേ. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതിങ്ങനെ പുറത്ത് നിർത്തി ചോദിക്കാതെ അകത്തേക്ക് വിളിക്കാൻ പറ്റി. ഓ, ഞാനതങ്ങ് മറന്നു. നിങ്ങൾ അകത്തേക്ക് വാ. വാ മോളെ. ഡെവിയുടെ തോളിൽ നിന്നിറങ്ങി ആദ്യ ഭാരമുള്ള ആ ബാഗുമായി ആടിയാടി നടക്കാൻ തുടങ്ങി. ആ കുഞ്ഞിൻ്റെ തോളിൽ നിന്ന് ആരെങ്കിലും അതൊന്ന് വാങ്ങ്, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വീഴത്തേ ഉള്ളൂ. അതിനാരുടെയും കൈ തേരേണ്ടേ? ഞാൻ ഏറ്റവും എൻ്റെ ബാഗ്. ആദ്യം ആ ബാഗുമായി ചെന്നുന്നത് അന്നയുടെ മുന്നിലാണ്. അന്നയെ കണ്ടത് 2 പല്ലും കാണിച്ചൊരു ചിരിയങ്ങ് കൊടുത്തു. തിരിച്ച് അതേപോലെ ഒന്ന് കൊടുക്കാൻ അന്നയും മറന്നില്ല. ആയ്, ഞാൻ ആടി. ഞാൻ അന്ന. എത്ര നേരം ഞാൻ കാത്തിരിക്കാനോ? ഞാൻ എന്തോ ചെയ്യാനാ? വീട്ടിലായിട്ട് ട്രെയിനാ രവി വീട്ടിന്. ഞാൻ അപ്പയെ പറഞ്ഞത് ആ പാച്ചച്ചേന് മതിന്. അതായത് പാച്ച് വന്നേനെ. ഞാൻ പച്ചച്ചേന് വന്നാൽ മതിയായിരുന്നു. എൻ്റെ രവി അതിൽ വരാഞ്ഞേ. ഞാൻ എന്തേലും പറഞ്ഞ ആരും കേൾക്കൂല. അപ്പോഴേ പറഞ്ഞേ ആയി പോവാന്ന്. എങ്ങനെയാ? എനിക്ക് മാത്രം ബുദ്ധി ഉണ്ടായാൽ മതിയോ? നീ പറഞ്ഞ് എങ്ങോട്ട് പോവാ ആദി? ഞാനെങ്ങും പോയില്ല. ഇവർ നിൽക്കുവല്ലേ. വൈകിയെ നോക്കി പ്രത്യേകിച്ച് പാവമൊന്നുമില്ലാതെ പറയുന്ന ആദിയോട് അവർക്കെല്ലാവർക്കും ഒരുപോലെ വാത്സല്യം തോന്നി. ഇതുവരെ തൊട്ടാപ്പെടുന്ന ഒരെണ്ണത്തിനെ നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പതേ ഒന്നുകൂടി വന്നപ്പോൾ കോളം തികഞ്ഞു. എൻ്റെ മോളായതുകൊണ്ട് പറയില്ല. എവിടെ കുരുത്തേക്കേട് ഒപ്പിക്കണം നോക്കി നടക്കുവോ അവള്. അതിന് പറ്റിയ കൂട്ടാ നിൽക്കുന്നത്. രണ്ടും കൂടി ഈ വീട് തിരിച്ചു വെക്കാതിരുന്നാൽ മതിയായിരുന്നു.